മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് തുടക്കമായി. ആദ്യഘട്ട സന്ദർശനത്തിനായി മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തി. നാളെയാണ് ആദ്യത്തെ പൊതുപരിപാടി. കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ സൗദി ഒഴികെയുള്ള രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുലർച്ചെയാണ് ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ്, കേരള സമാജം ഭാരവാഹികൾ, പ്രതിഭാ പ്രതിനിധികൾ, വ്യവസായി വർഗീസ് കുര്യൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് ഔദ്യോഗികമായ പരിപാടികളൊന്നുമില്ല. നാളെയാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പൊതുപരിപാടി. നാളെ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6:30 ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പരിപാടി. മന്ത്രി സജി ചെറിയാൻ, ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ്, MA യൂസുഫ് അലി, ചീഫ് സെക്രട്ടറി A ജയതിലക് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ സന്ദർശനത്തോട് സഹകരിക്കില്ലെന്ന് ബഹ്റൈനിലെ UDF അനുകൂല സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. സൗദി സന്ദർശനത്തിന് കേന്ദ്രാനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ നാളത്തെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഒക്ടോബർ 24, 25 തീയതികളിൽ ഒമാനിലായിരിക്കും അടുത്ത സന്ദർശനം. പിന്നീട് പല ഘട്ടങ്ങളായി ഖത്തർ, കുവൈത്ത്, UAE എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. ഡിസംബർ 1 വരെയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 24 ബഹ്റൈൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.